എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എന്താണെന്നറിയോ, രാവിലെ നോക്കിയപ്പം വേറെ ഒന്നും കറി വെക്കാനൊന്നും തോരൻ വെക്കാൻ ഇല്ല കേട്ടോ. അപ്പം എന്താണ് നമ്മുടെ മത്ത ഇങ്ങനെ പടർന്ന് അവിടെ കിടക്കുകയാണ് കേട്ടോ. കായൊന്നും ഉണ്ടാകണേ ഇല്ല. ഇപ്പം പിന്നെ എന്താണ് ഈ ഇലക്കറികളൊക്കെ കൂടുതലും കഴിക്കേണ്ട മാസമാണ് കേട്ടോ. ഇപ്പം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കർക്കിടക മാസമല്ലേ. അപ്പോൾ എന്താ മത്തപ്പൂവാണ് ഏറ്റവും നല്ല കേട്ടോ. നല്ല സ്വാദുമാണ് താനും. പക്ഷെ എന്താണ് അത് ഒത്തിരി ഒന്നുമില്ല, കുറേ വേറെ വേണ്ടേ തോരൻ വെക്കുമ്പം. നമ്മുടെ മത്തപ്പൂ തന്നെ വെക്കാം. അപ്പം ഞാൻ എന്താണ് കുറച്ച് മത്തപ്പൂവും പറിച്ചു, പിന്നെ കുറച്ച് ഇലയൊക്കെ പറിച്ചു കേട്ടോ. അപ്പം എന്താ വേറൊന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരമൊക്കെ നല്ല ഇളന്തായിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ കർക്കിടക മാസത്തിൽ. അപ്പോൾ എന്താണ് ഈ കർക്കിടക മാസത്തിൽ നമ്മളെന്താണ് മരുന്ന് കഞ്ഞി കുടിക്കാറുണ്ട്. അപ്പം കുറേ എന്താ ചികിത്സകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇത് തോരൻ വെക്കണത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനതെല്ലാം ഒന്ന് കഴുകി എടുത്തു കേട്ടോ, മത്തപ്പൂവും മത്തയിലയും. അപ്പം എന്താ അതെല്ലാം നല്ല ഉണങ്ങിക്കഴിഞ്ഞ് അരിയണതാണ് നല്ലത്. വെള്ളമയം ഒട്ടും കാണുമല്ലോ. പക്ഷേ എന്താ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വലിയ വെള്ളമൊന്നും അങ്ങ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനത് വെക്കാൻ പോവാം കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകിയതാണെങ്കിൽ പോലും നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കുറേ പുഴുക്കളും ഒക്കെ ഉള്ള സമയമല്ലേ, മഴക്കാലമല്ലേ. അപ്പം പുഴുക്കൾ ഒക്കെ കാണും കേട്ടോ. അപ്പോൾ അതുണ്ട്, ഒരു വെള്ള പ്രാണിയൊക്കെ കാണൂലേ, അതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഞാൻ ശരിക്കും എന്താ ഈ കത്രിക കൊണ്ട് ഇങ്ങനെ ഇത് അരിയാറുണ്ട്. പക്ഷേ എന്താ ചീരയിലൊക്കെ അങ്ങനെ പെട്ടെന്ന് അരിയാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിന് ഇത്തിരി കട്ടി കൂടുതലില്ലേ, അപ്പോൾ എനിക്ക് അരിയാൻ പറ്റിയില്ല കത്രിക കൊണ്ടേ. പിന്നെ ഞാൻ എന്താണെന്നറിയോ, പിന്നെ ഞാൻ നമ്മുടെ നമ്പുകത്തി തന്നെ എടുത്തു കേട്ടോ അരിയാൻ തുടങ്ങാം. എളുപ്പമുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ സമയത്ത് പത്തില തോരനൊക്കെ നമ്മൾ വെച്ച് കഴിക്കാറുണ്ടല്ലേ. അപ്പം അങ്ങനെ. അപ്പം ഇലക്കറികളെ ഈ കർക്കിടക മാസത്തിൽ കഴിക്കണം. ഞാൻ കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സമയത്തും തന്നെ ഇതൊക്കെ കഴിക്കാറുണ്ട്. നമ്മുടെ പറമ്പിൽ ഇതൊക്കെ ഇഷ്ടം പോലെ കാണും കേട്ടോ. അപ്പോൾ എന്താണ് ആ പൂവും കൂടെ അരിഞ്ഞ് നമുക്ക് അതിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഇതിൻ്റെ മാത്രമല്ല, പിന്നെ എന്താണെന്നറിയാം, മുരിങ്ങയില്ലേ, മുരിങ്ങയ്ക്ക അതിൻ്റെ പൂവുണ്ടല്ലോ, മുരിങ്ങയുടെ പൂവുണ്ടല്ലോ, അത് ഞാനിങ്ങനെ പെറുക്കിയെടുക്കും കേട്ടോ. അങ്ങനെ അതും തോരൻ വെക്കും. അത് നല്ല സ്വാദാട്ടോ, കുറേ കാണും കേട്ടോ. അപ്പം പിന്നെ എന്താ അതിനായിട്ട് ഞാൻ ഇത്തിരി തേങ്ങ എടുത്തു കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, തേങ്ങ പറ്റുന്നത് ഇടാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനത് എടുത്തു, അല്ലാതെ കഴിക്കൂല ആരും. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെന്താ ഉള്ളി എടുത്തിട്ടുണ്ട്, സാധാരണ നമ്മൾ തോരൻ വെക്കണ പോലെ തന്നെ കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇതുണ്ടോ, ഇത് പക്ഷേ എന്താണെന്നറിയുന്ന ഒരുവിധം നല്ല വേവുണ്ട് കേട്ടോ ഈ സാധനത്തിന് മാത്രം. ഈ നമ്മുടെ മത്തയിലേക്ക് കേട്ടോ, നമ്മുടെ ചീരയില പോലെയല്ല. അപ്പം ഞാൻ കടായി അടുപ്പേ വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മൾ സാധാരണ തോരന് എങ്ങനെയാണ് കടുക് താളിക്കുന്നത് അതുപോലെ തന്നെ മതി കേട്ടോ. ഇത്തിരി കടുകിട്ടു, പിന്നെ അരിയിടും. ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ ഇത്തിരി അരിയും കൂടെ അതിനകത്ത് ഇടാറുണ്ട് കേട്ടോ. ഏതരിയാണേലും ഇടാറുണ്ട്, അരി ഇട്ടാൽ മതി. അതൊരു കടിക്കണത് ഒരു സ്വാദാട്ടോ. അതാ നമ്മുടെ ഇഷ്ടം പോലെ, ഓരോരുത്തർക്ക് അത് എന്താണോ ഇഷ്ടം അതൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി വേണം ഇതൊക്കെ ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമയത്ത് ഈ നമ്മുടെ ഉള്ളിലാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വേണേലും നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷെ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഇലക്കറികൾ ഈ കർക്കിടക മാസത്തേക്ക് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കേട്ടോ. അതിപ്പം അത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ, ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഞാൻ എല്ലാത്തിനും ഉണ്ടല്ലോ കുറേ കറിവേപ്പില ഇടും കേട്ടോ. അതൊക്കെ നല്ല കൊളസ്ട്രോളിന് ഏറ്റവും നല്ലത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതൊക്കെ എന്നിട്ട് ഞാൻ എപ്പോഴും മിക്കവാറും തന്നെ തോരൻ വെക്കുമ്പോൾ എന്താണെന്നറിയോ, ആ തേങ്ങ ആദ്യം ഇടുക. കടുക് താളിക്കണതിൻ്റെ കൂടെ തന്നെ തേങ്ങ അങ്ങോട്ട് ഇടും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഒത്തിരി തേങ്ങ വൈകിട്ടാകുമ്പോഴത്തേനും പിന്നെയും ചൂടാക്കേണ്ട കാര്യമില്ല. തേങ്ങ ഇടുന്നതാണ് ഈ സാധനം കേടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ തേങ്ങ ഇട്ടൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചീരയിലയും കൂടെ അതിനകത്തിട്ട് അടച്ച് ഉപ്പും ഇട്ട് അടച്ചു വെക്കുക. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അടച്ചു വെച്ചത് വേകുന്നിടം വരെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്താണെന്നറിയോ, ഞാൻ ഈ മുരിങ്ങയില, എനിക്കതൊരു സംശയമുള്ള കാര്യമാണ്. നമുക്ക് സംശയമുള്ള കാര്യം നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. മുരിങ്ങയില പലരും എന്താണ് കർക്കിടക മാസത്തിൽ കൂട്ടാറില്ല. അത് എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അതിനെന്തോ കട്ടുണ്ട്, അല്ലെ ഒരു കയ്പ്പ് രസമുള്ള പോലെ തോന്നുന്നുണ്ട് ആ സമയത്ത്. മുരിങ്ങയില ഈ പത്തിലയുടെ കൂട്ടത്തിൽ ഈ മുരിങ്ങയില
ഇട്ട് ഞാൻ കാണാറില്ല. എങ്കിൽ ചിലരത് ഇടുന്നതും കാണാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ പറയും എന്താണ് ശ്രീ പാർവതിയുടെ താലി എന്നൊക്കെ പറഞ്ഞ് അത് കുറേയൊക്കെ അത് അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആൾക്കാരത് കഴിക്കാതിരിക്കുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെയൊക്കെ പറയണത്. അറിയില്ല കേട്ടോ. അപ്പോൾ അതിലോട്ടൊന്നും പോകണില്ല. അപ്പോൾ എന്താണ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അധികം ഇതുണ്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല നമ്മുടെ ഒത്തിരി പോഷകങ്ങൾ നിറഞ്ഞ നമ്മുടെ മത്തയിലത്തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പുറത്ത് ഇഡലി പാത്രത്തിൽ ഇരിക്കണത് എൻ്റെ ചക്കയപ്പമാണ് കേട്ടോ, ചക്കയടയാണ് കേട്ടോ ഇഡലി പാത്രത്തിലെ. അതിൻ്റെ പണി കഴിഞ്ഞതിട്ടാണ് ഞാൻ ഈ പണി ചെയ്യണത്. എന്താ, നമ്മൾ ഈ കർക്കിടക മാസത്തെ ഇലക്കറികളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കേട്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടോ. അപ്പോൾ ഓക്കേ, ബായ്.